ഹോസിയ അധ്യായം 10. സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. ഫലമേറുന്നതിനനുസരിച്ച് അവൻ ബലിപീഠങ്ങളും വർദ്ധിപ്പിച്ചു. രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനൊത്ത് സ്തംഭങ്ങൾക്ക് ഭംഗിയേറ്റി. അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ്. അതിനാൽ അവർ ശിക്ഷയേൽക്കണം. കർത്താവ് അവരുടെ ബലിപീഠങ്ങൾ തട്ടിയുടയ്ക്കും, സ്തംഭങ്ങൾ നശിപ്പിക്കും. അവർ പറയും, കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രാജാവില്ലാതായി. ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അവൻ എന്തു ചെയ്യാൻ സാധിക്കും? അവർ വ്യർത്ഥഭാഷണം നടത്തുന്നു. പൊള്ളവാക്കുകൾ കൊണ്ട് അവർ ഉടമ്പടി ചെയ്യുന്നു. ഉഴവുചാലുകളിൽ വിഷമുള്ള കളകൾ മുളയ്ക്കുന്നത് പോലെ വ്യവഹാരങ്ങൾ പൊന്തി വരുന്നു. ബഥാവനിലെ കാളക്കുട്ടിയെ ചൊല്ലി സമറിയ നിവാസികൾ ഭയചകിതരാകും. അവിടുത്തെ ജനം അതിനെ ഓർത്ത് വിലപിക്കും. വിഗ്രഹാരാധകരായ പുരോഹിതന്മാർ അതിൻ്റെ നഷ്ടപ്പെട്ട മഹത്വമോർത്ത് പൊട്ടിക്കരയും. മഹാരാജാവിന് പാരിതോഷികമായി അത് അസീറിയയിലേക്ക് കൊണ്ടുപോകും. എഫ്രായിം നിന്ദാപാത്രമാകും. ഇസ്രായേൽ തൻ്റെ വിഗ്രഹത്തെ ഓർത്ത് ലജ്ജിക്കും. വെള്ളത്തിൽ വീണ കമ്പ് പോലെ സമറിയ രാജാവ് ഒലിച്ചുപോകും. ഇസ്രായേലിൻ്റെ പാപഹേതുക്കളായ ആവനിലെ പൂജാഗിരികൾ നശിപ്പിക്കപ്പെടും. അവരുടെ ബലിപീഠങ്ങളിൽ മുള്ളുകളും ഞെരിഞ്ഞിലുകളും വളരും. ഞങ്ങളെ മൂടുക എന്ന് പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന് കുന്നുകളോടും അവർ പറയും. ഗിബെയായിലെ ദിനങ്ങൾ മുതൽ ഇസ്രായേൽ പാപം ചെയ്തു. അവിടെ അത് തുടർന്നു. ഗിബെയായിൽ വെച്ച് തന്നെ യുദ്ധം അവരെ പിടികൂടുകയില്ലേ? തന്നിഷ്ടക്കാരായ ജനത്തെ ശിക്ഷിക്കാൻ ഞാൻ വരും. തങ്ങളുടെ ഇരുതിന്മകൾക്ക് അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ ജനതകളെ അവർക്കെതിരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. മെതിക്കാൻ ഇഷ്ടമുള്ള പരിശീലനം സിദ്ധിച്ച പശുക്കുട്ടിയായിരുന്നു എഫ്രായിം. ഞാൻ അവരുടെ അഴകുള്ള കഴുത്തിൽ നുകം വച്ചില്ല. എന്നാൽ ഞാൻ എഫ്രായിമിന് നുകം വയ്ക്കും. യൂദാ നിലം ഉഴുകണം, യാക്കോബ് കട്ട ഉടയ്ക്കണം. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ കൊയ്യാം. തരിശു നിലം ഉഴുതു മറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണിത്. അവിടുന്ന് വന്ന് ഞങ്ങളുടെ മേൽ രക്ഷ വർഷിക്കട്ടെ. നിങ്ങൾ അധർമ്മം ഉഴുതു, അനീതി കൊയ്തെടുത്തു. വ്യാജത്തിൻ്റെ ഫലം നിങ്ങൾ ഭുജിച്ചു. രഥങ്ങളിലും പടയാളികളുടെ പെരുപ്പത്തിലുമാണ് നിങ്ങൾ പ്രത്യാശ വച്ചത്. അതിനാൽ നിന്റെ ജനത്തിനിടയിൽ യുദ്ധാരവമുയരും. ഷാൽമാൻ ബഥാർബേലിനെ നശിപ്പിക്കുകയും അമ്മമാരെ കുഞ്ഞുങ്ങളോടൊപ്പം നിലത്തടിച്ചു കൊല്ലുകയും ചെയ്ത യുദ്ധദിനത്തിലെന്ന പോലെ നിന്റെ എല്ലാ കോട്ടകളും തകർക്കപ്പെടും. ഇസ്രായേൽ ഭവനമേ, നിങ്ങളുടെ കൊടിയ തിന്മ നിമിത്തം നിങ്ങളോട് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കും. പ്രഭാതത്തിൽ തന്നെ ഇസ്രായേൽ രാജാവ് ഉന്മൂലനം ചെയ്യപ്പെടും. Chapter 10. Israel is a luxuriant vine whose fruit matches its growth. The more abundant his fruit, the more altars he built. The more productive his land, the more sacred pillars he set up. Their heart is false. Now they pay for their guilt. God shall break down their altars and destroy their sacred pillars. If they would say, "We have no king," since they do not fear the Lord, what can the king do for them? Nothing but make promises, swear false oaths, and make alliances, while justice grows wild like wormwood in a plowed field. The inhabitants of Samaria fear for the calf of Bethaven. The people mourn for it, and its priests wail over it, because the glory has departed from it. It too shall be carried to Assyria as an offering to the great king. Ephraim shall be taken into captivity, Israel be shamed by his schemes. The king of Samaria shall disappear like foam upon the waters. The high places of Avon shall be destroyed. The sin of Israel, thorns and thistles shall overgrow their altars. Then they shall cry out to the mountains, "Cover us," and to the hills, "Fall upon us." Since the days of Gibeah you have sinned, O Israel.
There they took their stand. War was not to reach them in Gibeah. Against the wanton people I came, and I chastised them. I gathered troops against them when I chastised them for their 2 crimes. Ephraim was a trained heifer, willing to thresh. I myself laid a yoke upon her fair neck. Ephraim was to be harnessed, Judah was to plow. Jacob was to break his furrows. Sow for yourselves justice, reap the fruit of piety. Break up for yourselves a new field, for it is time to seek the Lord, till he come and rain down justice upon you. But you have cultivated wickedness, reaped perversity, and eaten the fruit of falsehood. Because you have trusted in your chariots and in your many warriors, turmoil shall break out among your tribes, and all your fortresses shall be ravaged, as Salmon ravaged Beth Arbel in time of war, smashing mothers and their children. So shall it be done to you, Bethel, because of your utter wickedness. At dawn the king of Israel shall perish utterly.